പ്ലസ് ടു പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട 4 ഇമ്പോർട്ടൻറ്റ് റിയാലിറ്റീസ് ഉണ്ട്. ആ റിയാലിറ്റീസാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കുക. ഈ റിയാലിറ്റീസ് കൃത്യമായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ വലിയൊരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ഫസ്റ്റ് റിയാലിറ്റിയാണ് എക്സാമിൻ്റെ കാര്യം. ഇപ്പോൾ എപ്പോഴും ഞാനും പല വീഡിയോസിലും ലൈവിലൊക്കെ പറയുന്ന കാര്യമാണ്, പരീക്ഷയുടെ ലെവൽ കൂടും, പരീക്ഷ ടഫായി വരും. ഇതൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയോ പറയുന്നതാണ് എന്ന് വിചാരിക്കരുത്. വളരെ ക്ലിയർ എവിഡൻസോട് കൂടിയാണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു എക്സാം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയേണ്ടത് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി. അവർ കൃത്യമായിട്ട് അവർ എക്സ്പീരിയൻസ് പറഞ്ഞത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും എല്ലാത്തിലും. എന്താണ് സംഭവിച്ചത്? പരീക്ഷ ടഫായി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ കൂടി. സാധാരണ പരീക്ഷയിൽ ചോദിക്കുന്ന സിമ്പിൾ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾ പ്ലസ് 1 ഫിസിക്സിലൊക്കെ കണ്ട ചോദ്യങ്ങൾ പോലെ അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നില്ല. പ്ലസ് 1 ഫിസിക്സിൻ്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മണിക്കൂർ കണ്ട 20 മണിക്കൂർ ലൈവ് കണ്ട കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു. അതെൻ്റെ കഴിവ് കൊണ്ടല്ല, പരീക്ഷ സിമ്പിൾ ആയതുകൊണ്ടാണ്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് 20 hours വർക്ക് ചെയ്തത്. പ്ലസ് 2 പോലത്തെ ലെവലിലായിരുന്നു പേപ്പർ സെറ്റ് ചെയ്തതെങ്കിൽ 20 hours ലൈവ് വർക്ക് ചെയ്യില്ല എന്ന സെൻസ് ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഒരിക്കലും നേടിത്തരില്ല. ഒരു പക്ഷേ 90% പോലും നേടിത്തരുന്നുണ്ടാവില്ല. അതാണ് റിയാലിറ്റി. പരീക്ഷയുടെ ലെവൽ കൂടി, ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി കൂടി. അത് കഴിഞ്ഞ വർഷം കൂടിയെങ്കിൽ ഈ വർഷം അതിലും കൂടാനാണ് ചാൻസ്. അതിലൊരിക്കലും കുറയ്ക്കില്ല. വെറുതെ തമാശയ്ക്ക് വേണ്ടി ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് കളിക്കുന്ന സംഭവമല്ല അത്. മെല്ലെ മെല്ലെ പ്രോഗ്രസീവ്ലി കൂട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെൻഡ് പോകുന്നത്. അതിലേക്ക് തന്നെയാണ് പോകുന്നത്, ഒരു സംശയമില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ലെവൽ കൂടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പല ചോദ്യങ്ങളും കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന ഒരു സാധനം ഉണ്ടാവില്ല, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ടാവില്ലേ, ആ കോൺസെപ്റ്റ് ആ കുട്ടിക്ക് ശരിക്കും കൂടെ മനസ്സിലായുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. പരീക്ഷയുടെ ലെവൽ കൂടുകയാണ്, അങ്ങനെ ഞാൻ കുറേ ടഫ് ചോദ്യങ്ങൾ ചെയ്യാം. ജെയിൻ്റെ ക്വസ്റ്റ്യൻസ്, നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് അതിങ്ങനെ ചെയ്ത് ബൈഹാർട്ട് പഠിച്ചേക്കാം, അപ്പോൾ പിന്നെ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാലേ പല ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉത്തരം പറയാൻ പറ്റുള്ളൂ. കോൺസെപ്റ്റ് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം? മര്യാദയ്ക്ക് പഠിക്കണം. ഉയരെ ബാച്ചിൽ എടുക്കുന്ന ക്ലാസ് മനസ്സിലാക്കി പഠിക്കണം. മനസ്സിലാക്കി പഠിപ്പിച്ചു, പക്ഷേ നിങ്ങളും അത് നോക്കണം. വെറുതെ ഡെഫിനിഷൻ ബൈഹാർട്ട് പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബൈഹാർട്ട് പഠിക്കുക, നടക്കില്ല, ഒരു സംശയമില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം മനസ്സിലാക്കിയാൽ നല്ലത്. രണ്ടാമത്തെ കാര്യം സിലബസ് കംപ്ലീഷനാണ്. പ്ലസ് 1 നിങ്ങൾ പലരും എപ്പോഴും നമ്മൾ ആദ്യം മുതലേ പറഞ്ഞൊരു കാര്യമാണ്, സിലബസ് കറക്റ്റായിട്ട് തീർത്തു പോകണം. അതായത് സിമ്പിളായിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. ഓണം എക്സാമിന് മുൻപ് ഓണം എക്സാമിൻ്റെ സിലബസ് തീർക്കണം. ക്രിസ്മസ് എക്സാമിന് മുമ്പ്, അത് മോഡൽ എക്സാമിന് മുൻപായിട്ട് ഫുൾ സിലബസ് തീർക്കണം. എത്ര പേര് പ്ലസ് 1 മോഡൽ എക്സാമിന് മുമ്പ് ഫുൾ സിലബസ് തീർത്തിട്ടുണ്ട്? വളരെ ചുരുക്കം കുട്ടികളുണ്ടാവും. നിങ്ങളെ തീർത്തില്ല ഈ വർഷമൊക്കെ നിങ്ങളുടെ അവസ്ഥ ഭയങ്കര കഷ്ടമായിരിക്കും. അതെന്തുകൊണ്ടാണെന്നുള്ള കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മിനിമം ഈ ഒരു സ്റ്റാൻഡേർഡ് വെക്കുക, ഡേറ്റ് വെക്കുക. നമ്മുടെ പ്ലസ് 2 ഉയരെ ബാച്ചിൻ്റെ റോഡ് മാപ്പ് ചെയ്യാൻ പറഞ്ഞൊന്നുമില്ല, അത് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അത് ഫോളോ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി തീർന്നോളും. കാരണം നിങ്ങൾ സിലബസ് തീർക്കുന്ന വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് പോലും കരുതണ്ട. സാർ ഓണം എക്സാമിന് മുമ്പ് ഞാൻ തീർത്തു, അത് അച്ചീവ്മെൻ്റ് അല്ല, അത് ബേസിക് റിക്വയർമെൻ്റ് ആണ്. അച്ചീവ്മെൻ്റ് എന്താണ്? ഞാൻ അതിനുവേണ്ടി റിവൈസ് ചെയ്തു, എനിക്ക് റിവൈസ് ചെയ്യാൻ സമയം കിട്ടി, എക്സ്ട്രാ ചോദ്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടി, അതാണ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഇത് അച്ചീവ്മെൻ്റ് ആയിട്ട് കരുതരുത്. ഇത് അച്ചീവ്മെൻ്റ് അല്ല, അത് മിനിമം വേണ്ട കാര്യമാണ്. അതുപോലും പല കുട്ടികളും ചെയ്യാറില്ല. വലിയ ട്രാപ്പിലേക്കാണ് നിങ്ങൾ ചെയ്തിലേ പോകാൻ പോകുന്നത്. ഇപ്പം തന്നെ ഞാൻ പറയാം. നെക്സ്റ്റ് കാര്യമാണ്, പ്ലസ് 1 അപേക്ഷിച്ച് നിങ്ങൾ എക്സ്ട്രാ വർക്ക് പ്ലസ് 2 നിങ്ങൾക്ക് വരും. ഒന്നെന്താണ്? പ്രാക്ടിക്കൽ എക്സാം, റെക്കോർഡ് ഫില്ലിംഗ്, പ്രാക്ടിക്കൽ ചെയ്ത് നോക്കുന്നതിന് കുറേ സമയം ആ സമയത്ത് പോകും. അത് എപ്പോഴാണ് പോവുക? ഈ ജാനുവരി സമയത്തൊക്കെയാണ് പോവുക. ജാനുവരി ഫെബ്രുവരി സമയത്ത് നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് അടുക്കുമ്പോഴായിരിക്കും ആ സമയം പോവുക. അതിൻ്റെ ഇടയിൽ കൂടിയാണ് വരിക. ഈ മോഡൽ എക്സാമിൻ്റെ തൊട്ട് മുൻപൊക്കെയാണ് ഇത് വരിക, ഏറ്റവും ക്രൂഷ്യൽ ടൈമിൽ. ഒന്നത് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കണ്ടേ? അതെപ്പോഴാണ് വരിക? അതും പബ്ലിക് എക്സാമിന് കൂടെ ആയിരിക്കും ഉണ്ടാവും. പ്ലസ് 2 പബ്ലിക് എക്സാമിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നിങ്ങൾ പ്ലസ് 1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുക. അപ്പോൾ അതും അവസാനത്തേക്ക് തന്നെ വരുന്നത്. പ്ലസ് 2ൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എക്സ്ട്രാ സബ്ജക്റ്റ് വരുന്ന പോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്ലസ് 1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ഫിസിക്സ് എഴുതുന്നുണ്ടെങ്കിൽ പ്ലസ് 2 നിങ്ങൾക്കുള്ള സബ്ജക്റ്റിനോട് ഒരു എക്സ്ട്രാ സബ്ജക്റ്റ് വന്ന പോലെയാണ്. എളുപ്പ പരിപാടിയല്ല. മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടാവും. അത് വരാൻ പോകുന്ന ഈ വർഷമാണ്. ജെഇ മെയിൻസ് വരാൻ പോകുന്ന ഫസ്റ്റ് സെഷൻ ജാനുവരിയിലാണ്. മറ്റുള്ള നീറ്റ് പോലത്തെ എക്സാംസും കീം പോലത്തെ എക്സാംസും നിങ്ങൾ പ്ലസ് 2 പബ്ലിക് എക്സാം കഴിഞ്ഞ പാടെ തന്നെയാണ്. അപ്പോൾ നേരത്തെ കുറച്ചെങ്കിലും നോക്കിയില്ലെങ്കിൽ എൻട്രൻസ് സീരിയസ് ആയിട്ട് നോക്കുന്നവർ കിട്ടില്ല. അപ്പോൾ അതും നിങ്ങളുടെ പ്ലസ് 2ൻ്റെ ഇടയിൽ നടക്കാൻ പോകുന്ന വർക്കാണ്. പിന്നെ അതിൻ്റെ ക്ലാസ്സുകൾ, അതിൻ്റെ എക്സാംസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ ഉള്ളത്. ഇത് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മനസ്സിലാക്കുക.
ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ +1 നിങ്ങൾ എടുത്ത ലാഘവത്തോടെ നിങ്ങൾ +2 എടുത്താൽ പണി കിട്ടും. മിനിമം നിങ്ങൾ തീർക്കണം. മിനിമം തീർത്ത് റിവൈസ് ചെയ്താൽ എല്ലാത്തിനും സമയം ഉണ്ടാവും. അങ്ങനെ സമയമില്ലാത്ത പ്രശ്നം വരില്ല. അങ്ങനെ സമയം ആർക്കും ഇല്ലായിരുന്നെങ്കിൽ ആർക്കും +2 ഫുൾ മാർക്ക് കിട്ടില്ലായിരുന്നു. ഇഷ്ടംപോലെ പേർക്ക് ഫുൾ മാർക്ക്, ഇഷ്ടംപോലെ പേർക്ക് 99%, 90% A+ ഒക്കെ വാങ്ങുന്ന ഒരു ബാച്ചാണ് +2 ബാച്ച്. അങ്ങനെ വാങ്ങാത്തവരൊന്നല്ല. പക്ഷെ അതേസമയം 20% കുട്ടികൾ തോക്കുന്ന ബാച്ചുമാണ് +2. അതുകൊണ്ടാണ് +1 അതേപോലെ നമ്മൾ എടുക്കും. +1 പോലത്തെ ഒരു സാധനം നടക്കൂല. ലാസ്റ്റ് കാര്യമാണ് ഈ യൂട്യൂബ് ക്ലാസ് ഉണ്ടാവില്ലേ ചോദിക്കുന്നത്. മക്കളെ യൂട്യൂബ് ക്ലാസ് ഉണ്ടാവും. എപ്പോൾ ഉണ്ടാവും? ഓണം എക്സാമിനെ സംബന്ധിച്ചിടത്തുണ്ടാവും. ഓണം എക്സാമിന് മുൻപ് ഉണ്ടാവും. ക്രിസ്മസ് എക്സാമിന് മുമ്പ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും യൂട്യൂബ് ക്ലാസ്. ഇനി റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ക്ലിയർ ആയി പറഞ്ഞുതരാം. പരീക്ഷ വളരെ സിമ്പിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ +1 ഫിസിക്സ് പോലെയാണ് എല്ലാ +2 എക്സാമും വരുന്നതെങ്കിൽ, ഒരു പക്ഷേ യൂട്യൂബിലെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മോശമില്ലാത്തൊരു മാർക്ക് കിട്ടും. ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഒരു 80% മാർക്കൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. ഓൾറെഡി മോശമില്ലാത്ത പഠിച്ച കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ 90% മുകളിലൊക്കെ കിട്ടിയേക്കാം. പക്ഷെ അതിനുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല നമുക്കത് അറിയില്ല എങ്ങനെയാണ് പേപ്പർ വരാമെന്നുള്ള കാര്യം. നിങ്ങൾ വലിയൊരു റിസ്ക് ആയിരിക്കും എടുക്കുന്നത്. പരീക്ഷ ഭയങ്കര സിമ്പിളായിരിക്കും എന്നാണ് നിങ്ങളുടെ പ്രഡിക്ഷനെങ്കിൽ നിങ്ങൾ വലിയൊരു റിസ്ക്കിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ പരീക്ഷ ഭയങ്കര സിമ്പിളാണെങ്കിൽ യൂട്യൂബിന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ പരീക്ഷ ലെവൽ അപ്പ് ചെയ്ത് വരികയാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ +2 എക്സാം പോലെ വരികയാണെങ്കിൽ, യൂട്യൂബ് ക്ലാസ് കൊണ്ട് മാത്രം, അത് എക്സാമിൻ്റെ എന്ന് മാത്രമല്ല, ആരുടെ യൂട്യൂബ് ക്ലാസ് കൊണ്ട് മാത്രം, അതായത് എക്സാമിന് മുൻപുള്ള ക്ലാസ്സുകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒന്നും നേടാനില്ല എന്നാണ് സത്യം. പക്ഷേ അപ്പോൾ അതിൻ്റെ അർത്ഥം യൂട്യൂബ് ക്ലാസ് വേസ്റ്റ് ആണെന്നാണ്. സാർ എന്തിനാണ് വെക്കുന്നത്? ബാച്ചിൽ മാത്രം ക്ലാസ് കൊടുത്താൽ മതി, യൂട്യൂബിൽ എന്താ വെക്കുന്നത്? മക്കളെ, യൂട്യൂബ് ക്ലാസ് കഴിഞ്ഞ വർഷം നമ്മൾ പറയുന്ന കാര്യമാണ്, ഈ വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടി പറയുകയാണ്. ഓൾറെഡി +1 +2ൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. 10ാം ക്ലാസ്സിൽ പോട്ടെ വിചാരിക്കും. 10ാം ക്ലാസ്സിൽ പലപ്പോഴും യൂട്യൂബ് ക്ലാസ് മാത്രം വെച്ചിട്ട് പരീക്ഷ നല്ല മാർക്ക് കിട്ടാറുണ്ട്. +1 +2 യൂട്യൂബ് ക്ലാസ് ഇസ് നോട്ട് മെൻറ്റ് ഫോർ സ്റ്റഡിങ്, പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഓൾറെഡി പഠിച്ചൊരു കുട്ടിക്ക് റിവിഷന് വേണ്ടിയിട്ടാണ്. പഠിച്ച ആൾ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഷോട്ടുകളും മാരത്തോണും വെക്കുന്നത്. അത് ആ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ മാത്രം നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സിൽ എടുക്കുക. അങ്ങനെ നിങ്ങൾ എടുക്കുകയാണ്, അതിന് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങളുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു വീരെ ബാച്ചിൽ ജൂലൈ 10 നിങ്ങൾ ഓണം എക്സാമിൽ കംപ്ലീറ്റ് സിലബസ് തീർത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം യൂട്യൂബിൽ വെക്കുന്ന ലൈവുകൾ അവന് റിവിഷനാണ്. പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി അവൻ പഠിക്കുകയാണ്, ചോദ്യങ്ങൾ ഒന്നും കൂടി അവൻ ചെയ്യുകയാണ്. അങ്ങനെയാണ് ശരിക്കും നിങ്ങൾ യൂട്യൂബിനെ എടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ഒരു 80% കിട്ടേണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ 90% കിട്ടും. 90% കിട്ടേണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ 95% കിട്ടും. ആ ലെവലിലേക്ക് ഉയർത്താൻ പറ്റും. പക്ഷെ ഓൾറെഡി ഒരു ലെവൽ വരെ നിങ്ങൾ എത്തിയിരിക്കണം. ആ രീതിയിലാണ് നിങ്ങളതിനെ കാണേണ്ടത്. അങ്ങനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് ആയിരിക്കും. ഈ 4 റിയാലിറ്റിയാണ് +2 പഠിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കുക മാത്രമല്ല, ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഓരോ കാര്യങ്ങളും ശരിക്കും ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങുക. വീണ്ടും പേടിപ്പിക്കാൻ പറയുന്നതല്ല, റിയാലിറ്റി പറഞ്ഞു തരാം. പേടിപ്പിക്കുന്ന റിയാലിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട്. പേടിപ്പിക്കാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല, പക്ഷേ റിയാലിറ്റി കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അല്ല, നിങ്ങൾ നല്ല രീതിയിൽ റിഗ്രറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ മനസ്സിലാക്കി ഇപ്പോൾ നന്നായി സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയ ഒരു കുട്ടിക്കും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഉറപ്പ് തന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.